പക്ഷേ ഈ ജ്യോതിശാസ്ത്രത്തിൽ പെൻഡുല ജ്യോതിഷത്തിന്റെ പ്രാധാന്യം എന്താണ്? ജ്യോതിശാസ്ത്രം പലതരത്തിൽ ആളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഒരു മെത്തേഡാണ് പെൻഡുല ജ്യോതിഷം എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിച്ചു വരുന്നത്. ദോലക ശാസ്ത്രം എന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പണ്ടൊക്കെ കിണറൊക്കെ സ്ഥാനം നോക്കാനായിട്ട് തൂക്കട്ട് ഉപയോഗിച്ചിട്ടും വാച്ചൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾ സ്ഥാനം നോക്കിയിരുന്നു. പണ്ടത്തെ ഇന്നത്തെ പോലെ മോഡേൺ ടെക്നോളജി എന്നില്ല. അതായത് ഭൂഗർഭ ജല അതോറിറ്റി ഇല്ലാത്ത കാലത്ത് സ്ഥാനം കണ്ടിരുന്ന രീതിയാണ്. ഇപ്പോൾ അതിനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മാർഗ്ഗങ്ങളെ അവലംബിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പെൻഡുല ജ്യോതിഷം എന്ന് പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റുകളാണ് കൂടുതലുള്ളത്, മലയാളത്തിൽ ടെക്സ്റ്റുകൾ കുറവാണ്. നമുക്കറിയില്ലാത്ത കാര്യങ്ങളെ ഒരു ഉപാധിയുടെ ബലത്തിലും ഉപാസനയുടെ ബലത്തിലും ആ ഉത്തരത്തെ കണ്ടെത്തുന്ന രീതിയാണ് പെൻഡുല ജ്യോതിഷം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആ കിട്ടുന്ന ഉത്തരത്തിനെ ചെക്ക് ചെയ്ത് റീചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആ നമ്മളുടെ സംശയം നിവർത്തിച്ച് അതിൻ്റെ അവസാനത്തെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതി. പഠിക്കാൻ എളുപ്പമാണ്, എല്ലാവരും കൈകാര്യം ചെയ്യാൻ. ഏഞ്ചൽ റോഡ് എന്ന് പറഞ്ഞ പെൻഡുലമുണ്ട്, തൂക്കുകട്ട എന്ന് പറഞ്ഞ പെൻഡുലമുണ്ട്, സ്പ്രിങ് പെൻഡുലമുണ്ട്. ഒരുപാട് തരം പെൻഡുലങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്, മെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇത്തരം നമുക്ക് സാധനങ്ങളെ തുറന്ന് നോക്കി കാണിക്കാവുന്ന തരം പെൻഡുലങ്ങളുണ്ട്. ഇങ്ങനെ തുറന്നിട്ട് അതിനകത്ത് സാധനങ്ങൾ ഇട്ട് ഉപയോഗിക്കുന്ന പെൻഡുലങ്ങളുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിച്ച് നോക്കാം. അങ്ങനെയൊക്കെയുള്ള പെൻഡുലങ്ങളുണ്ട്. പലതരം പെൻഡുലങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പെൻഡുലങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ പെൻഡുലം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പിടിച്ച് കറക്കണമല്ലേ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനത്തിനെ ഒരു വ്യക്തി മനസ്സിലാക്കുകയും അവന് ഗുണപ്രദമാണെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. ഇത് പ്രത്യേകിച്ച് പൈസ മുടക്കമൊന്നുമില്ല. ഇതൊരു അറിവാണ്. ഇത് ആ അറിവിനെ നമുക്ക് സ്വീകരിക്കാം, നമുക്ക് വേണ്ടാത്ത അറിവാണെങ്കിൽ ഉപേക്ഷിക്കാം. ഇവിടെ നമ്മുടെ നാട്ടിൽ പലതരം പാട്ടുകളുണ്ട്. ഭരണി പാട്ട് ഇഷ്ടപ്പെടുന്നവർ അത് പാടുന്നു, യേശുദാസിൻ്റെ സംഗീതം ഇഷ്ടപ്പെടുന്നവർ അത് പാടുന്നു. അപ്പോൾ ഇത് മാത്രമാണ് സംഗീതം എന്ന് പറയാൻ പറ്റില്ല, ഇത് മാത്രമാണ് ശാസ്ത്രം എന്ന് പറയാനില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുകയും നമുക്കിടെ അറിവുകളിൽ നിന്ന് പുതിയ അറിവുകൾ വരുമ്പോൾ ആ അറിവിലേക്ക് മാറുകയും ചെയ്യണം. എന്നതുകൊണ്ട് പഴയ അറിവുകളൊക്കെ തെറ്റാണെന്ന് അർത്ഥമില്ല. അപ്പോൾ പഴയ അറിവുകൾ ആവശ്യമുള്ളവർക്ക് അത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോസ്റ്റ് മോഡേൺ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവാം. അത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗൂഢശാസ്ത്രത്തിൻ്റെ ഇതിനകത്ത് പെടുന്നതായതുകൊണ്ട് അതിൽ താല്പര്യമുള്ളവർ അത് ശ്രദ്ധിക്കുക, താല്പര്യമില്ലാത്തവർ അത് ശ്രദ്ധിക്കാതിരിക്കുക. നിൻ്റെ ഗുണം ആണെങ്കിൽ നീ അതിനെ അനുസരിക്കുക, അനുവർത്തിക്കുക, ഫോളോ ചെയ്യുക. നിനക്ക് ഗുണമില്ലേ അത് ഉപേക്ഷിക്കുക. അതാണ് നല്ലത്.